السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على طه رسول الله وعلى آله الفائزين برضوان الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا علمي على أحد. वो क्या जूद वो करम है शाह बतहा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. സർവാദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ മതമായ ഇസ്ലാം കേവലം നിസ്കാരങ്ങൾ കൊണ്ടോ നോമ്പുകൾ കൊണ്ടോ ഹജ്ജ് സക്കാത്ത് പോലെയുള്ള നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു മതമല്ല. മറിച്ച് പരിശുദ്ധമായ ഇസ്ലാം മതം ഫർളായ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ സാമൂഹികമായി എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിശാലമായ കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു മനുഷ്യൻ ആരോടൊക്കെ ബന്ധം പുലർത്തേണ്ടവനാണ് എന്നൊക്കെ ഇസ്ലാം മതം കൃത്യമായി നമ്മെ സൂചിപ്പിക്കുകയാണ്. ഒരു സ്വാർത്ഥമായ ജീവിതം എന്നതിനപ്പുറം ഒരു സമൂഹത്തിന്റെ ഏറ്റവും സന്തോഷമായ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയെ പരിശുദ്ധ ഇസ്ലാം വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നതും അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറയുകയാണ്, നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നതൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം വഫ്അലുൽ ഖൈറ, നിങ്ങൾ ഖൈറിനെ പ്രവർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുകയാണ്. ഈ വിഷയങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട, പ്രത്യേകാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യേണ്ട വഴക്കങ്ങളെയും വണക്കങ്ങളെയും സൂചിപ്പിക്കുന്നതിനപ്പുറം ഒരു മനുഷ്യൻ അവന്റെ സാമൂഹിക ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരികയാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും അത് തന്നെയാണ്. ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പൂർണ്ണമായും കാണിച്ചു തന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ. കരുണയുള്ളവരാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചു തരികയാണ്. ആ കാരുണ്യത്തിന്റെ പ്രത്യേക രൂപമല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതല്ലേ നമുക്ക് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്, അതല്ലേ നമുക്ക് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്. അവര് ഇബാദത്തുകൾക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവനും ചിലവഴിക്കുമ്പോൾ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ ഒരു കാലിൽ നിന്ന് ഖത്മ പൂർത്തിയാക്കുമ്പോൾ അതിനിടയിലും സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി അവർ സമയം കണ്ടെത്തുകയാണ്. ഈ പാത പിന്തുടർന്നവരാണ് മഹാനായ കുണ്ടൂർ ഉസ്താദ്. ആശയേറ്റു മുന്നിൽ വന്നവർക്ക് അവിടുന്ന് പ്രതീക്ഷയായിരുന്നു, വൈഷമ്യങ്ങൾ പറഞ്ഞു വന്നവർക്ക് അവിടുന്ന് സന്തോഷത്തിന്റെ കുളിരായിരുന്നു. മഹാനായ കുണ്ടൂർ ഉസ്താദ് ഇബാദത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ചിലവഴിച്ചവരാണ്. അതിനിടയിലും സാമൂഹിക പ്രവർത്തനം നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി പിടിച്ചു പറ്റിയവരാണ്. തന്നിലേക്ക് വന്നു ചേരുന്ന സമ്പാദ്യങ്ങളെ മുഴുവനും കൂട്ടിവെച്ച് ഒരു കോടീശ്വര ജീവിതം നയിക്കാൻ അവിടുന്ന് കഴിയുമായിരുന്നു. ഒരു 10,000 രൂപ അവരുടെ കയ്യിലേക്ക് എത്തിയാൽ ആ 10,000 രൂപയുടെ ആവശ്യക്കാരോ അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആ പൈസ ചെലവഴിക്കുന്ന സ്വഭാവമായിരുന്നു അവിടുത്തേത്. അവിടുന്ന് ഒരുപാട് കിണറുകൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പള്ളികൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 10ഓളം പള്ളികൾ മഹാനവറുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാരൊക്കെയാണോ അവരെ കൃത്യമായി കണ്ടെത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ. കയ്യിലെത്തുന്ന എല്ലാ സമ്പാദ്യങ്ങളും പൂർണ്ണമായും ആവശ്യക്കാർക്ക് വേണ്ടി ചിലവഴിച്ചവരായിരുന്നു. ദുനിയാവ് അവരെ മോഹിപ്പിച്ചിട്ടേ ഇല്ല. കടപ്പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സമൂഹം അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ആ സമയത്ത് മഹാനവറുകൾ നാട്ടിൽ അരിവിതരണം ചെയ്യുകയാണ്. ആ സമയത്ത് അവരുടെ നാട്ടിൽ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരികയാണ്. ഇന്ന് നമുക്കറിയില്ലേ, ഒരു നാട്ടിൽ ഒരു റോഡ് കേടായി കിടക്കുകയാണെങ്കിൽ, റോഡ് മുഴുവനും കുളമായി കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് ഗവൺമെന്റിനെ കുറ്റം പറയുന്ന സമൂഹമല്ലേ. എന്നാൽ അന്നത്തെ കാലത്ത് അവരുടെ വഴി മോശമായി കിടക്കുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരും തന്നെ കാണാൻ വന്നവരും തന്റെ സ്നേഹിതരും എല്ലാവരും ഒരുമിച്ച് കൂടി അത് വൃത്തിയാക്കുകയാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. ജലക്ഷാമം വന്ന സമയത്താണ് അവിടുന്ന് കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. കുളം കിണർ തോട് പോലത്തതൊക്കെ വൃത്തിയാക്കുന്ന സ്വഭാവവും അവിടുന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായും സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു ഭാഗം മഹാനവറുകൾ ചെലവഴിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു? യോ ക്യാ ജൂദ് കോ കരം ഹേ ഷാഹേ ബഹ്താ ഹേ ബത്ഹാ തേരാ नहीं सुनता ही नहीं मांगना वाला तेरा. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും ആവശ്യം പറഞ്ഞു വന്നാൽ അവിടുന്ന് തട്ടിക്കളയുന്ന സ്വഭാവമില്ലായിരുന്നു. നഹി എന്ന് പറയുന്ന സ്വഭാവം അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ പകുതി ചിലവഴിച്ച് ബാക്കി സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മഹാനായ കുണ്ടൂർ ഉസ്താദ് അവറുകൾ പൂർണ്ണമായും ജീവിതം ചിലവഴിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. കുണ്ടൂർ ഉസ്താദ് കാണിച്ചു തന്ന സേവനത്തിന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.